ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. സാഹിത്യ രചനകൾക്ക് കാലാതീത പ്രസക്തിയുണ്ടെന്ന് സിബി മലയിൽ. സാഹിത്യ രചനകൾക്കുള്ള പ്രസക്തി എന്നും നിലനിൽക്കുമെന്ന് സംവിധായകൻ സിബി മലയിൽ. ഒരു എഴുത്തുകാരനാകാനാണ് താൻ ആദ്യം മോഹിച്ചതെന്നും അതിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിൽ അഡ്വക്കേറ്റ് KS സലീം രചിച്ച അതിർവരമ്പുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നുള്ള ഒരു കഴിവ് കൂടി അദ്ദേഹത്തിന് ഉള്ളതായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് ഈ ഒരു പുസ്തക പ്രകാശനത്തിലൂടെയാണ്. ഒരു അഭിഭാഷകൻ എന്ന നിലക്ക് വർഷങ്ങളോളമുള്ള മോർ ദാൻ 30 years ഉള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിങ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം എക്സ്പീരിയൻസ് നേടിയിട്ടുണ്ട്. പല കേസുകൾ നടത്തിയിട്ടാണെങ്കിലും കക്ഷികളായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടാണെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ചെറുകഥകൾ എഴുതി ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. MES സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ റഹീം ഫസൽ പുസ്തകം ഏറ്റുവാങ്ങി. ഹൈക്കോടതി ജസ്റ്റിസ് ശോഭ അന്നമ്മയ്യപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആസിഫ് K മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. മുൻ MLA ജോൺ ഫെർണാണ്ടസ് പുസ്തക പരിചയം നടത്തി. സബ് ജഡ്ജ് രജനി തങ്കപ്പൻ, ബോണി തോമസ്, സോണി സായി, CV ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബീച്ച് ഹെൽത്ത് ക്ലബ് പ്രസിഡന്റ് സാബു അലി സ്വാഗതവും PB നിഷാജ് നന്ദിയും പറഞ്ഞു. സലീമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോർട്ട് കൊച്ചിയിൽ ജനിച്ചു വളർന്ന് കടപ്പുറത്ത് കളിച്ച് സാന്റക്രൂസ് സ്കൂളിൽ പഠിച്ച് ഇവിടുത്തെ YMCA ഗ്രൗണ്ടിലും സാന്റക്രൂസ് ഗ്രൗണ്ടിലും എല്ലാം ഹാൻഡ്ബോളും ബാസ്കറ്റ് ബോളും എല്ലാം വലിയ താരമായിരുന്നു. സാന്റക്രൂസ് സ്കൂളിൽ ഒഴിച്ച് സലീം പോയ വഴികളെല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഡിഗ്രിക്ക് സീക്രട്ട് ആർട്സ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ലോ കോളേജിൽ ഞാൻ എറണാകുളത്ത് പഠിച്ചത്, സലീം അവിടെയാണ് പഠിച്ചത്. അതിനുശേഷം സലീം എൻറോൾ ചെയ്ത ശേഷം ഞാൻ എൻറോൾ ചെയ്ത് തിരിച്ച് കൊച്ചി കോടതിയിലാണ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.